സ്നേഹപിതാവായ ദൈവമേ, ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ ദൈവജനത്തിനോട് സുവിശേഷം പ്രസംഗിക്കുവാൻ ഒരിക്കൽ കൂടി എന്നെ അനുവദിക്കുന്നതിന് ഓർത്ത് ദൈവമേ അങ്ങോട്ട് നന്ദി പറയുന്നു. ദൈവമേ, അങ്ങയുടെ അനന്തമായ കൃപയാൽ പേര് ചൊല്ലി വിളിച്ച് വേർതിരിച്ച് സുവിശേഷം അറിയിക്കുവാൻ എന്നെ അനുവദിക്കുന്നതിന് ഓർത്ത് ദൈവമേ അങ്ങോട്ട് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് തന്ന ദൈവികമായ ദാനങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവജനത്തിനോട് അങ്ങ് ആഗ്രഹിക്കുന്ന മാത്രം പങ്കുവയ്ക്കാൻ എൻ്റെ നാവിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കണമെന്ന് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനകളെല്ലാം യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിലൂടെ പിതാവായ ദൈവത്തിങ്കിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് ഓർത്ത് ദൈവമേ ഞങ്ങളങ്ങോട്ട് നന്ദി പറയുന്നു. ഇന്ന് പെന്തക്കോസ്ത തിരുനാളിന് ഒരുക്കമായി നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയത്ത് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 1-ാമത്തെ അധ്യായത്തിൽ 13, 14 തിരുവചനങ്ങൾ നമുക്ക് ധ്യാനിക്കാം. ഈ തിരുവചനം നമ്മളെ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരന്മാരോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം. ഇവർ ഏക മനസ്സോടെ. ഇവർ എന്ന് പറയുന്നത് യേശുവിൻ്റെ അപ്പസ്തോലന്മാരായ 12 പേർ, സുവിശേഷം അറിയിക്കാൻ വേണ്ടി യേശു തിരഞ്ഞെടുത്ത 72 പേരെ, അതിന് പുറമെ യേശുവിനെ അനുഗമിച്ച ഒരുപാട് സഹോദരിമാർ, ഏകദേശം 36ഓളം സഹോദരിമാർ, അല്ലെങ്കിൽ ഏകദേശം 120ഓളം ആളുകൾ യേശു തൻ്റെ പെസഹ അവസാനത്തെ അന്ത്യ അത്താഴം ആഘോഷിച്ച മാർക്കോസിൻ്റെ മാളിക മുകളിൽ സമ്മേളിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ കാത്തിരുന്ന്, യേശു പറഞ്ഞതുപോലെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് പറയുന്നു, ഇവർ, ഈ പ്രാർത്ഥിക്കുന്ന ഈ 120ഓളം ആളുകൾ ഏക മനസ്സോടെ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ അഭിപ്രായ ഭിന്നതകളൊന്നും ഉണ്ടായിരുന്നില്ല. മുൻപ് നമ്മൾ സുവിശേഷത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് സലോമി, സബദി പുത്രന്മാരുടെ അമ്മ ആയ സലോമി വന്ന് യേശുവിനോട് പറയുന്നു, എൻ്റെ ഒരു മകനെ ഇടതുവശത്തും എൻ്റെ ഒരു മകനെ വലതുവശത്തും ഇരുത്തണം. ശിഷ്യന്മാരുടെ ഇടയിൽ ആരാണ് അതിൻ്റെ നേതാവ് എന്ന കാര്യത്തിൽ തർക്കങ്ങൾ. പക്ഷേ യേശു മരിച്ചു, ഉത്ഥിതനായ ക്രിസ്തു 40 ദിവസം അവരെ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനായി, സഹായകനായ പരിശുദ്ധാത്മാവിനായി, യേശു വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനായി വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. ആ കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ 120ഓളം ആളുകളുണ്ട്. 72 ശിഷ്യന്മാർ, 12 അപ്പസ്തോലന്മാരും 72 ശിഷ്യന്മാരും യേശുവിനെ അനുഗമിച്ച 36ഓളം ഭക്തസ്ത്രീകൾ ഉൾപ്പെടെ 120 പേരെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ഏക മനസ്സോടുകൂടി പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് പറയുന്നു, യേശുവിൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് യേശുവിൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം ഇരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കിതിനകത്ത് ഒരു പുതുമയൊന്നും തോന്നുന്നില്ല. പക്ഷെ ആഴമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. 120 പേരിരുന്ന് പ്രാർത്ഥിക്കുന്നു, അതിൽ ആരുടെയും പേര് പറയുന്നില്ല. സ്വാഭാവികമായിട്ട് ഒരാളുടെ പേര് പറയുന്നു. ഒരു ഗ്രൂപ്പിൽ കുറേ ആളുകൾ നിൽക്കുന്ന സമയത്ത് ഒരാളുടെ പേര് മാത്രം പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മളൊരു അനുമാനത്തിലെത്തും, ആ പേര് പറഞ്ഞ വ്യക്തിയാണ് അതിൻ്റെ നേതൃത്വം. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നായകൻ മഹാത്മാഗാന്ധി. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം 1885 1-ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തുടർന്നുള്ള രേഖകൾ പരിശോധിക്കുന്ന സമയത്ത് നിരവധി ആളുകൾ പോലീസുകാരുടെയും പട്ടാളക്കാരുടെയും വെടിയേറ്റ്, ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റ് മരണപ്പെടുന്നു. നിരവധി ആളുകളെ നാട് കടത്തുന്നു. ആന്തമാനിലുള്ള ജയിലറകളിൽ ഏകാന്ത ദ്വീപിലേക്ക് പലരെയും പറഞ്ഞയക്കുന്നു. പലരും മരിക്കുന്നു. ഇവരൊന്നും ചരിത്ര പുസ്തകങ്ങളിലോ പരാമർശന വിധേയങ്ങളോ ആവുന്നില്ല.
പക്ഷെ ഒരാളുടെ പേര് പറയുമ്പോൾ എല്ലാവരും പറയുന്നു മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ സമരം നടന്നു. മഹാത്മാഗാന്ധിക്ക് 1920 രംഗത്ത് വരുന്നതിന് മുൻപും ഇവിടെ നേതൃത്വം ഉണ്ടായിരുന്നു. ചരിത്രങ്ങളിലൂടെ പോകുന്ന സമയത്ത് ദാദാഭായ് നവറോജി മുതലുള്ള ആളുകളെ നമ്മൾ കണ്ടുമുട്ടുന്നു. ബാലഗംഗാധര തിലകനെ കണ്ടുമുട്ടുന്നു, സുഭാഷ് ചന്ദ്രബോസിനെ കണ്ടുമുട്ടുന്നു, ലാലാ ലജ്പത് റായിയെ കണ്ടുമുട്ടുന്നു, അല്ലെങ്കിൽ നിരവധി ആളുകളെ കണ്ടുമുട്ടും. പക്ഷെ അവരുടെ ഒന്നും പേര് പറഞ്ഞു, ഒരാളുടെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ പേര് പറഞ്ഞു. ഇവിടെ 120 പേരിന്ന് പ്രാർത്ഥിക്കുന്നു, ഒരു പേര് മാത്രം പറയുന്നു, യേശുവിൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്ത് അനുമാനത്തിലെത്തണം? ഒരേ ഒരു അനുമാനം മാത്രമേ ഉള്ളൂ. ഈ പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് മറിയമാണ്. അപ്പോൾ യേശു മരണപ്പെട്ടു, യേശുവിൻ്റെ അന്ത്യ കൽപ്പന അനുസരിച്ച് കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. 120 പേരിരുന്ന് പ്രാർത്ഥിക്കുന്നു. ആ 120 പേര് പ്രാർത്ഥിക്കുന്ന സമയത്ത് അതിന് നേതൃത്വം കൊടുക്കുന്നത് മറിയമാണ്. എന്ന് പറഞ്ഞാൽ മറിയത്തിൻ്റെ ആത്മീയ നേതൃത്വം അംഗീകരിക്കുന്നവരാണ് ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പോസ്തലന്മാരുൾപ്പെടെ, ശിഷ്യന്മാരുൾപ്പെടെ, യേശുവിനെ അനുഗമിക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം മറിയത്തിൻ്റെ നേതൃത്വത്തിലാണ് ഒരു പ്രാർത്ഥന നടക്കുന്നത്. ഇപ്പം മറിയത്തിൻ്റെ നേതൃത്വത്തിൽ പ്രാർത്ഥന നടക്കുക മാത്രമല്ല, അവിടെ പറയുന്നു 120 ആളിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ സുവിശേഷത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് യേശു മരിച്ചു ഉത്ഥാനം ചെയ്തതിന് ശേഷം 7 ഇടങ്ങളിലായി പല ആളുകൾക്കും യേശു പ്രത്യക്ഷപ്പെടുന്നുണ്ട്. മഗ്ദലന മറിയത്തിന് മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നു. 11 അപ്പോസ്തലന്മാർ ഇരിക്കുന്ന സമയത്ത് യേശു പ്രത്യക്ഷപ്പെടുന്നു. പത്രോസിനും 7 പേർക്കായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. തോമസ് ഉൾപ്പെടെയുള്ള ആളുകളുടെ മുൻപിൽ യേശു പ്രത്യക്ഷപ്പെടുന്നു. അവസാനം യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് മുൻപ് ഒലിവ് മലയിൽ വെച്ച് യേശു ഉത്ഥാനം ചെയ്യുന്ന സമയത്ത് ബൈബിൾ പറയുന്നു 500ഓളം ആളുകൾ യേശുവിൻ്റെ സ്വർഗാരോഹണം കണ്ടു എന്ന് വചനം പറയുന്നു. പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. 500-ലധികം ആളുകൾ കണ്ടു എന്ന്. ഇവരോടെല്ലാം യേശുവിനെ ഒറ്റ കാര്യം മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ, തൻ്റെ അന്ത്യ അഭിലാഷം. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുക, സഹായകനായ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുക. ശ്രദ്ധിക്കുക, യേശു തൻ്റെ അന്ത്യാഭിലാഷം അറിയിക്കുന്നു. 500ഓളം ആളുകൾ കേൾക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനമായ സഹായകനായ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ പറയുന്ന സമയത്ത് 120 പേരിന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് പോകേണ്ട ഒരു ചിന്തയുണ്ട്, ബാക്കി 380 ആൾക്ക് എന്ത് സംഭവിച്ചു? 500 പേരാണ് ഈ അവസാനത്തെ യേശുവിൻ്റെ കൽപ്പന കേൾക്കുന്നത്. 120 പേരിരുന്ന് പ്രാർത്ഥിക്കുന്നു. അവരും മറിയത്തോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ 380 പേർക്ക് എന്ത് സംഭവിച്ചു? ബൈബിൾ പണ്ഡിതന്മാർ അതിന് നൽകുന്ന വ്യാഖ്യാനം ഇങ്ങനെയാണ്: അമ്മയായ മറിയത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത ആളുകൾ, നേതൃത്വം സ്വീകരിച്ച ആളുകൾ, ആത്മീയമായ മറിയത്തിൻ്റെ നേതൃത്വം സ്വീകരിച്ച ആളുകൾ, മറിയത്തോടൊപ്പം യേശു അവസാനത്തെ പെസഹ ആചരിച്ച അല്ലെങ്കിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ച മാർക്കോസിൻ്റെ മാളിക മുകളിലിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ മറ്റേ 380 ആളുകൾക്ക് എന്ത് സംഭവിച്ചു? ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നു അവർ ജെറുസലേം ദേവാലയത്തിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു. അവർ പ്രാർത്ഥിക്കാതൊന്നും ഇരുന്നില്ല, അവർ ജെറുസലേം ദേവാലയത്തിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു. അതിനൊരു കാരണം ബൈബിൾ പണ്ഡിതർ പറയുന്നുണ്ട്. യേശു മരിച്ചപ്പോൾ ജെറുസലേം ദേവാലയത്തിൽ തിരശ്ശീല കീറി, അത് മുകളിൽ നിന്ന് താഴോട്ടാണ് കീറിയത്. ആ കീറി കഴിഞ്ഞപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള അകൽച്ച അതുവഴി പ്രതീകാത്മകമായിട്ട് നീക്കം ചെയ്യുന്നു. ജെറുസലേം ദേവാലയത്തിൻ്റെ പുറകിലുള്ള ഗോൾഡൻ ഗേറ്റ് എന്ന് പറയുന്ന കിഴക്ക് ഭാഗത്തിലുള്ള വാതിലിലൂടെയാണ് യേശുവിൻ്റെ 2ാം വരവ് സംഭവിക്കുക എന്നാണ് പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ വാഗ്ദാനമായ സഹായകനായ പരിശുദ്ധാത്മാവ് ദേവാലയത്തിൽ വരും എന്ന് വിശ്വസിച്ച ആളുകൾ അവർ ദേവാലയത്തിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു. മറിയം പ്രാർത്ഥിക്കുമ്പോൾ, മറിയത്തോടൊപ്പം പ്രാർത്ഥിക്കുമ്പോൾ, യേശുവിൻ്റെ അമ്മയായ മറിയത്തെ അംഗീകരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സഹായകനായ യേശു വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് കടന്നു വരുമെന്ന് വിശ്വസിച്ചവർ മറിയത്തോടൊപ്പം ഇന്ന് പ്രാർത്ഥിച്ചു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിൻ്റെ ശിഷ്യഗണത്തിൽ അന്ന് തന്നെ ഒരു വിള്ളൽ സംഭവിച്ചിരിക്കുന്നു. മറിയത്തെ ആത്മീയമായി അംഗീകരിക്കുന്നവർ,
മറിയത്തെ അംഗീകരിക്കാതെ യേശുവിനെ മാത്രം വിശ്വസിച്ചു എന്ന് പറയുന്ന ആളുകൾ. രണ്ട് ചേരി ഉടലെടുക്കും. ഇപ്പോഴും നമുക്ക് ഈ ചേരിയുണ്ട്. കത്തോലിക്ക സഭ വിട്ടുപോയ ആളുകൾ യേശുവിനെ കുറ്റം പറയില്ല, പരിശുദ്ധാത്മാവിനെ കുറ്റം പറയില്ല, പിതാവായ ദൈവത്തെ കുറ്റം പറയില്ല. ഒരാളെ കുറ്റം പറയുള്ളൂ, അത് യേശുവിൻ്റെ അമ്മയായ മറിയത്തെയാണ്. പലവിധ കാരണങ്ങളാൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ പരിശുദ്ധാത്മാഭിഷേകം സ്വീകരിക്കുന്ന സമയത്ത് ഈ അഭിഷേകം സ്വീകരിച്ച ആളുകൾക്ക് യേശുവിൻ്റെ അമ്മയായ മറിയത്തെ അകാരണമായി വിമർശിക്കുന്നവരടുത്ത് സഭ എന്ത് പഠിപ്പിക്കുന്നു എന്ന് പറയാനുള്ള ആത്മീയമായ ജ്ഞാനവും പക്വതയും കത്തോലിക്കരായിട്ടുള്ള വിശ്വാസികൾക്ക് ഉണ്ടാകണം. മറിയത്തെക്കുറിച്ച് കത്തോലിക്ക സഭ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പഠിപ്പിക്കുന്നത്. ഒന്ന്, മേരി വാസ് കൺസീവ്ഡ് വിതൗട്ട് ഒറിജിനൽ സിൻ, അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, മറിയം അമലോത്ഭവയാണ്, അല്ലെങ്കിൽ ജന്മപാപമില്ലാതെ ജനിച്ചവളാണ് മറിയം. അതുകൊണ്ട് തന്നെ ഇത് സഭയുടെ പ്രബോധനമാണ്. മറിയം പാപത്തിലൂടെയാണ് ജനിച്ചെങ്കിൽ മറിയത്തിന് ജനിക്കുന്ന കുഞ്ഞും പാപിയാണ്. അപ്പോൾ മറിയത്തിന് ജനിക്കുന്ന കുഞ്ഞ് പാപിയാണെന്നുണ്ടെങ്കിൽ ആ പാപിക്ക് ഒരിക്കലും രക്ഷകനാവാൻ പറ്റില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു രക്ഷകനാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊരു കാര്യം കൂടെ വിശ്വസിക്കണം: മറിയം അമലോത്ഭവയാണ്, ജന്മപാപമില്ലാതെയാണ് മറിയം ജനിച്ചത്. അതുകൊണ്ട് തന്നെ മറിയത്തിന് ജനിച്ച കുഞ്ഞും പാപമില്ലാത്ത, പാപക്കറ ഏൽക്കാതെ ജനിച്ച ശിശുവാണ് യേശു എന്ന് വിശ്വസിക്കണം. യേശു രക്ഷകനാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മറിയം അമലോത്ഭവമാണെന്ന് വിശ്വസിക്കണം. മറിയം അമലോത്ഭവമാണെന്ന് വിശ്വസിക്കാത്തവർക്ക് ഒരിക്കലും യേശു രക്ഷകനാണെന്ന് വിശ്വസിക്കാനും കഴിയില്ല. യേശു രക്ഷകനാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ആദരം കൊണ്ട് അത് ഏറ്റുപറയാനുള്ള ആർജവമുണ്ടെങ്കിൽ മറിയം അമലോത്ഭവമാണെന്ന് വിശ്വസിക്കണം. ഇതാണ് ഒന്നാമത്തെ സഭയുടെ പ്രബോധനം. 2, മറിയം നിത്യകന്യകയാണ്. എന്തുകൊണ്ടാണ് മറിയം നിത്യകന്യകയാണെന്ന് പറയുന്നത്? ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, ഇംഗ്ലീഷ് ബൈബിളൊക്കെ വായിക്കുമ്പോൾ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോർഡ് എന്നാണ് പറയുന്നത്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്തിൻ്റെ കരം പിടിച്ച് നടന്ന, ദൈവം തൻ്റെ പുത്രന് ജന്മം നൽകുവാൻ ജനക്കൂട്ടത്തിൽ നിന്ന് വേർതിരിച്ചെടുത്ത, ഒരു വേർപാടിൽ ജീവിക്കുന്ന മറിയം സ്വാഭാവികമായിട്ടും പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നല്ലാതെ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിക്കുകയും ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്യുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും മാനുഷികമായ കരസ്പർശമോ ശാരീരിക ബന്ധമോ ഇല്ലാതെ ജനിച്ച കുഞ്ഞാണ് യേശു ആയതുകൊണ്ട്, തുടർന്നും മറിയം ഒരു കന്യകയായി ജീവിച്ചതുകൊണ്ട് സഭ നമ്മളെ പഠിപ്പിക്കുന്നു മറിയം കന്യകയാണ്, നിത്യ കന്യകയാണ്. യേശുവിനെ വിമർശിക്കുന്ന, മറിയത്തെ വിമർശിക്കുന്ന പല ആളുകളും പറയാറുണ്ട് മറിയത്തിന് വേറെ മക്കളുണ്ടായിരുന്നു, അത് കസിൻ ബ്രദറാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ പലവിധ വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട്. എന്നാൽ സഭ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു മറിയം നിത്യ കന്യകയാണ്. 3ാമത് സഭ നമ്മളെ പഠിപ്പിക്കുന്നു മറിയം ദൈവത്തിൻ്റെ അമ്മയാണ്, മദർ ഓഫ് ഗാഡ്. മറിയം ദൈവത്തിൻ്റെ അമ്മയാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. പലപ്പോഴും ദൈവത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് ദൈവം സ്വയംഭൂവാണ്, ദൈവം ആദ്യം ആണ്, ദൈവം അന്ത്യനാണ്, ദൈവത്തെ ആരും സൃഷ്ടിച്ചതല്ല, ദൈവം സർവ്വവ്യാപിയാണ്, ദൈവം സർവജ്ഞാനിയാണ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും ദൈവത്തെക്കുറിച്ച് പല ആട്രിബ്യൂട്ട്സ് കേൾക്കാറുണ്ട്. എന്നാൽ ഇങ്ങനെ സർവശക്തനായ, സർവവ്യാപിയായ, സർവജ്ഞാനിയായ, സ്വയംഭൂവായ ദൈവത്തിനൊരു അമ്മയുണ്ടെന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കത് വിശ്വസിക്കാനും ഉൾക്കൊള്ളുവാനും പ്രയാസമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് സഭ ഇങ്ങനെ പഠിപ്പിക്കുന്നത്? നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നു എലിസബത്ത് ഗർഭിണിയാണെന്ന് കേട്ടപ്പോൾ മറിയം, 6 മാസം ഗർഭിണിയായിരുന്ന മറിയം എലിസബത്തിനെ കാണുവാൻ വേണ്ടി പോകുന്നു. എലിസബത്തിൻ്റെ വയസ്സ് 60, മറിയത്തിൻ്റെ വയസ്സ് 14. ഈ 14 വയസ്സായ ഒരു പെൺകുട്ടി 60 വയസ്സായ തൻ്റെ ഇളയമ്മയുടെ അടുത്ത് പോകുന്ന സമയത്ത് ഇളയമ്മയുടെ ഒരു പ്രതികരണമുണ്ട്: എൻ്റെ ദൈവത്തിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാൻ ഞാൻ എത്ര ഭാഗ്യവതി. അല്ലെങ്കിൽ
യേശുവിനെ ഉദരത്തിൽ വഹിക്കുന്ന വ്യക്തി, യേശു ദൈവപുത്രനായതുകൊണ്ട് യേശുവിനെ ഉദരത്തിൽ വഹിക്കുന്ന വ്യക്തിയെ ദൈവമാതാവായി ബൈബിൾ അവതരിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ സഭ പഠിപ്പിക്കുന്നു മറിയം ദൈവമാതാവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറിയത്തെ ദൈവമാതാവായിട്ട് അംഗീകരിക്കാൻ വചനത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ തയ്യാറാവണം. നാലാമതായിട്ട് നമ്മൾ വായിക്കുന്നു മറിയം സ്വർഗാരോപിത ആണ്. അസംഷൻ ഓഫ് മദർ മേരി, സ്വർഗാരോപിത. നമ്മൾ രണ്ട് പദപ്രയോഗങ്ങൾ കേൾക്കാറുണ്ട്. സ്വർഗാരോപിത എന്നും കേൾക്കാറുണ്ട്, സ്വർഗാരോഹണം എന്നും കേൾക്കാറുണ്ട്. യേശു തൻ്റെ പുനരുത്ഥാന ശക്തിയാൽ കല്ലറയിൽ നിന്ന് ഉയർത്ത് സ്വന്തം ശക്തിയാൽ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. ഇതിനെയാണ് സ്വർഗാരോഹണം അല്ലെങ്കിൽ റിസറക്ഷൻ ഓഫ് ജീസസ് എന്ന് പറയുന്നത്. എന്നാൽ മറിയത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നു അസംഷൻ ഓഫ് മദർ മേരി, സ്വർഗാരോപിതയാണ്. പ ഹ എന്ന രണ്ട് വാക്കുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ, പക്ഷെ അതിൽ വലിയ മാറ്റങ്ങളുണ്ട്. സ്വർഗാരോപിത, സ്വർഗാരോഹണം എന്നീ രണ്ട് പദപ്രയോഗങ്ങളിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സുവിശേഷത്തിലൂടെ കണ്ടുപിടിക്കുന്ന സമയത്ത് ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്. 4-5 അധ്യായങ്ങളിൽ ഹാനോക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. കായേനും ആബേലിനും ശേഷം, ആബേൽ കൊല്ലപ്പെട്ടതിന് ശേഷം ആദത്തിന് ജനിച്ച മകനാണ് സേത്ത്. സേത്തിൻ്റെ 7ാം തലമുറയിൽ വന്ന വ്യക്തിയാണ് ഹാനോക്ക്. ഹാനോക്ക് ദൈവത്തോടൊപ്പം നടന്നു. ദൈവം അവനെ മരണം കാണിക്കാതെ, ശാരീരികമായ ഭൂമിയിലുള്ള മരണം സംഭവിക്കാതെ സ്വർഗത്തിലേക്ക് ഉടലോടെ കൂട്ടിക്കൊണ്ടുപോയി. ഏലിയ പ്രവാചകനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോഴും കാണുന്നു, ആഗ്നേയരഥങ്ങൾ വന്ന് ഏലിയ പ്രവാചകനെ മരണം കാണിക്കാതെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. മോശ മരണപ്പെട്ടു, കല്ലറയിൽ അടക്കപ്പെട്ടെങ്കിലും അടുത്ത നാളിൽ ചെന്ന സമയത്ത് മോശയെ അടക്കം ചെയ്ത കല്ലറ തന്നെ കാണാനില്ലാതെ. പിന്നെ മോശയെ കാണുന്നത് നമ്മൾ താബോർ മലയിലെ രൂപാന്തരീകരണം നടക്കുന്ന സമയത്ത് മോശ ഏലിയയോടൊപ്പം വന്ന് യേശുവിനെ ശക്തിപ്പെടുത്താൻ കടന്നു വരുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വർഗീയരായ 3 വ്യക്തികളെ കുറിച്ച് നമ്മൾ ബൈബിൾ പരാമർശിക്കുന്നു. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് പറയുന്നു. മറിയം മോശയെ പോലെ തന്നെ ഭൂമിയിൽ മരിക്കുന്നു. എന്നാൽ 40 ദിവസം കഴിഞ്ഞ് മറിയത്തെ കാണുവാനായിട്ട് കടന്നു വന്ന തോമസിൻ്റെ മുൻപിൽ, തോമസ് ലീഹ കടന്നു വന്ന സമയത്ത്, കല്ലറ തുറന്ന സമയത്ത് കല്ലറയിൽ മറിയത്തിൻ്റെ ശരീരം ഉണ്ടായിരുന്നില്ല. യേശുവിൻ്റെ കല്ലറ ഒഴിഞ്ഞു കിടക്കുകയും ജെറുസലേമിൽ പോകുന്ന സമയത്ത് യേശുവിൻ്റെ കല്ലറ കാണുമ്പോൾ അവിടെ ഒരു ശിലാഫലകം എഴുതിന്, ഹീ ഈസ് നോട്ട് ഹിയർ, അവൻ ഇവിടെ ഇല്ല എന്നാണ് യേശുവിൻ്റെ കല്ലറയിൽ എഴുതി വച്ചിരിക്കുന്നത്. മറിയത്തിൻ്റെ കല്ലറയും തുറന്നു കിടക്കുക തന്നെയാണ്, അവിടെ മറിയവും ഇല്ല. എന്നാൽ യേശുവിന് കൊടുക്കുന്ന ഒരു ദൈവികത്വം ഉള്ളത് കൊണ്ട് അവനിവിടെ ഇല്ല എന്ന് എഴുതി വെച്ചതുപോലുള്ള സ്റ്റേറ്റ്മെൻറ്റ് അപ്പുറത്ത് എഴുതി വെച്ചിട്ടില്ലെന്ന് മാത്രം. അല്ലെങ്കിൽ മറിയം സ്വർഗാരോപിതയാണെന്ന് ജനം വിശ്വസിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ ആവർത്തിക്കുകയാണ്. മറിയം ദൈവമാതാവാണ്, മറിയം നിത്യകന്യകയാണ്, മറിയം അമലോത്ഭവയാണ്, മറിയം സ്വർഗാരോപിതയാണ്. ഈ കാര്യങ്ങളെക്കുറിച്ച് അന്ന് ശിഷ്യന്മാർക്ക് ഒരു ബോധ്യമുണ്ടായിരുന്നു. ആ ബോധ്യമുണ്ടായിരുന്നത് കൊണ്ട് 120ഓളം ആളുകൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ തിരിച്ച് നിങ്ങളുടെ ചിന്തയിലേക്കും ബുദ്ധിയിലേക്കും ഒരു ചോദ്യം തരികയാണ്. 120 പേര് മറിയത്തോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചു, അവർ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചു. 380 ആളുകൾ ദേവാലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു, അവർ അഭിഷേകം പ്രാപിച്ചതായിട്ട് ബൈബിൾ പറയുന്നില്ല. 120 പേരോട് ആണ് അഭിഷേകം പ്രാപിച്ചത്. അപ്പോൾ അവർ അഭിഷേകം പ്രാപിച്ചതിൻ്റെ കാരണം എന്താണ്? മറിയത്തിൻ്റെ ആത്മീയ നേതൃത്വം സ്വീകരിച്ചതുകൊണ്ട് അവർ പ്രാർത്ഥിക്കുകയും അവർ അഭിഷേകം പ്രാപിക്കുകയും ചെയ്തു. ഇന്നും എന്താണ് സംഭവിക്കുന്നത്? പല കത്തോലിക്ക സഭയിൽ നിന്ന് വേർപെട്ടു പോയ പല സഭകളിൽപ്പെട്ട ആളുകൾ, ഡിനോമിനേഷൻ ചർച്ചസ് എന്നാണ് പറയുന്നത്. ഈ ഡിനോമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലും മാത്തമാറ്റിക്സ് പഠിക്കുന്ന സമയത്ത് 1/4, 2/4, 3/4 എന്നൊക്കെ 1/10 എന്നൊക്കെ പറയുന്നതാണ് ഡിനോമിനേഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിനോമിനേഷൻ ചർച്ച് എന്ന് പറഞ്ഞാൽ അവർ സ്വയം പറയുന്നത് ഞങ്ങൾ യഥാർത്ഥ സഭ അല്ല. യഥാർത്ഥ സഭയാണെന്നുണ്ടെങ്കിൽ ഡിനോമിനേഷൻ എന്ന പദപ്രയോഗം അവർ ഉപയോഗിക്കില്ലല്ലോ. അപ്പോൾ ഒന്ന്, ഇവർ പറയുന്നത് ഇവർ ഡിനോമിനേഷൻ ചർച്ചാണ്. 2, ഇവർ പറയുന്നു മറിയത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഇപ്പം മറിയത്തെ അംഗീകരിക്കാത്ത ആളുകൾക്ക് പെന്തക്കോസ്ത് തിരുനാൾ ദിവസം മറിയത്തോടൊപ്പം ഇരുന്ന ആളുകൾക്കാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചെങ്കിൽ ഇന്നും അതിനെ സംഭവിക്കുകയുള്ളൂ. അല്ലെങ്കിൽ മറിയത്തെ തള്ളിപ്പറയുകയും പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളിലേക്ക് അവർ ചിലപ്പോൾ തുള്ളുകയോ ചാടുകയോ കൈയടിക്കുകയോ പാട്ട് പാടുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാകാം.
അത് ഒറിജിനൽ അഭിഷേകമല്ല, അത് ഡ്യൂപ്ലിക്കേറ്റ് അഭിഷേകമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സഭയിലാണ് യഥാർത്ഥ അഭിഷേകം ഇറങ്ങി വരുന്നത്? പരിശുദ്ധ കന്യാമറിയത്തോടൊപ്പം പ്രാർത്ഥിക്കുകയും മറിയത്തെ സ്നേഹിക്കുകയും മറിയത്തെ അംഗീകരിക്കുകയും മറിയത്തിൻ്റെ കൃപാവരങ്ങളിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ അംഗീകരിക്കുകയും ചെയ്യുന്ന വ്യക്തികളിലാണ് യഥാർത്ഥ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകുന്നത്. അവരിലൂടെ ദൈവത്തിൻ്റെ കൃപകളും വരങ്ങളും ഫലങ്ങളും ദാനങ്ങളും വെളിപ്പെടുകയും യഥാർത്ഥ സഭയായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നു. പത്രോസിൻ്റെ സിംഹാസനത്തിൽ പത്രോസിന് ശേഷം നാളിതുവരെ, ഈ അടുത്ത ദിവസങ്ങളിലാണ് ലിയോ 14 മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തത്. 267 മാർപ്പാപ്പമാർ ഒരു ക്രമം തെറ്റാതെ അന്ന് മുതൽ ഇന്ന് വരെ കണ്ടിന്യൂ ചെയ്യുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ സഭ കത്തോലിക്ക സഭയാണെന്ന് തെളിയിക്കാൻ വേറൊരു തെളിവ് നോക്കി പോകേണ്ട കാര്യമില്ല. ഈ ലോകത്ത് പല സിംഹാസനങ്ങൾ, സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വലിയ സൈനിക ശക്തികളായിരുന്ന ചെങ്കിസ് ഖാൻ, അലക്സാണ്ടർ, അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങളിലുണ്ടായിരുന്ന വിവിധ നേതൃത്വത്തിലുണ്ടായിരുന്ന രാഷ്ട്രീയ നേതൃത്വത്തിലുണ്ടായിരുന്ന ആളുകളുടെയൊക്കെ ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ തന്നെ മൗര്യവംശം, ചേരവംശം, ചോളവംശം, പാണ്ഡ്യവംശം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല കൃഷ്ണദേവരായ ഇങ്ങനെ പലരെയും കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഛത്രപതി ശിവജിയുടെ മറാഠ വംശം, രജപുത്ര വംശം, ഇവരൊക്കെ നോക്കുന്ന സമയത്ത് 100 കൊല്ലം, 150 കൊല്ലം, 200 കൊല്ലം ആകുമ്പോഴേക്കും ഇവരെ തുടച്ച് നീക്കപ്പെടുന്നു. അല്ലെങ്കിൽ ഇനിയിപ്പോൾ മുസ്ലിം രാജാക്കന്മാരാണെങ്കിൽ പോലും ഹൈദർ അലി, ടിപ്പു സുൽത്താൻ അവസാനിച്ചു പോകുന്നു. ആ പരമ്പര തന്നെ അവസാനിച്ചു പോകുന്നു. ഇനി മുഗൾ സാമ്രാജ്യം ബാബർ മുതൽ ഔറംഗസീബ് വരെ 7 തലമുറ കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം 300 കൊല്ലം കഴിയുമ്പോൾ അത് അവസാനിച്ചു പോകുന്നു. പക്ഷേ ഇതൊന്നും അവസാനിക്കാതെ ഈ 2025 വർഷമായിട്ട് ഒരു ബ്രേക്കും ഇല്ലാതെ, ഇത് യാതൊരു തടസ്സവുമില്ലാതെ ഇന്നും ആ സ്ട്രക്ചർ നിലനിന്ന് പോകുന്നത് കത്തോലിക്ക സഭയിൽ മാത്രമാണ് ഇത് നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥ സഭ ഏതാണെന്ന് ചിന്തിക്കുന്ന സമയത്ത് കത്തോലിക്ക സഭയാണ് യഥാർത്ഥ സഭ. മറിയത്തെ അംഗീകരിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. മറിയത്തോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് യഥാർത്ഥമായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മറിയത്തോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് മറ്റൊരു കാര്യം കൂടെ ചിന്തിക്കാം. എൽസിബത്തിനെ കാണുവാനായിട്ട് മറിയം കടന്നു ചെല്ലുന്നു. മറിയത്തിൻ്റെ അഭിവാദന സ്വരം കേൾക്കുന്ന സമയത്ത് എൽസിബത്തിൻ്റെ ഉദരത്തിൽ ഉരുവായ ശിശു കുതിച്ചു തുള്ളിച്ചാടുന്നു. എൽസിബത്തും ഉദരത്തിലെ ശിശുവും പരിശുദ്ധാത്മാവിനാൽ നിറയുന്നു. മറിയത്തിൻ്റെ അഭിവാദന സ്വരം കേട്ടപ്പോഴാണ് ആദ്യമായിട്ടൊരു പരിശുദ്ധാത്മാ അഭിഷേകത്തിൻ്റെ പകർച്ചയെക്കുറിച്ച് സുവിശേഷം പറയുന്നത്. അങ്ങനെ മറിയത്തിൻ്റെ അഭിഷേക സ്വരം കേട്ടപ്പോഴാണ് ഈ അഭിഷേക കൈമാറ്റം സംഭവിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, മറിയത്തെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും മറിയത്തിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന ആളുകളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു പുതുക്കത്തോടുകൂടി കടന്നു വരുന്നു. കാനായിലെ കല്യാണ വിരുന്ന് നടക്കുന്ന സമയത്ത് മറിയം യേശുവിനോട് പറയുന്ന ഒരു റിക്വസ്റ്റ് ഉണ്ട്. അവരെ വീഞ്ഞു തീർന്നു പോയാൽ. ഇത് കഴിഞ്ഞ് അവിടുത്തെ തൊഴിലാളികളോട്, അവിടെ ഉണ്ടായിരുന്ന പാചകക്കാരോടും സംഘത്തോടും അവിടെ ഉണ്ടായിരുന്ന ആളുകളോടും പറയുന്നത്, അവൻ പറയുന്നത് ചെയ്യുവിൻ, അവൻ പറയുന്നത് ചെയ്യുവിൻ എന്ന് പറയുകയും അതനുസരിക്കുകയും ചെയ്ത സമയത്ത് അവിടെ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. ഗുണമില്ലാത്ത, നിറമില്ലാത്ത, മണമില്ലാത്ത വെള്ളത്തെ മാധുര്യമുള്ള വീഞ്ഞാക്കി മാറ്റി ആ കുടുംബത്തിലെ പ്രതിസന്ധിക്ക് കരകയറ്റിയ മറിയം. അതുകൊണ്ട് തന്നെ പെന്തക്കോസ്ത തിരുനാളിനെ ഒരുങ്ങുന്ന സമയത്ത് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാധ്യസ്ഥം തേടിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, സഹായകനായ പരിശുദ്ധാത്മാവ്, യേശു നൽകിയ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നമുക്ക് ഈ തിരുവചനങ്ങളൊന്ന് ധ്യാനിക്കാം. ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരന്മാരോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. അന്നൊരു ദിവസം 120ഓളം സഹോദരർ സമ്മേളിച്ചിരിക്കുക, 120ഓളം സഹോദരർ സമ്മേളിച്ചിരിക്കുക യേശുവിൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം പ്രാർത്ഥിക്കുന്ന സമയത്ത് സഹായകനായ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത തിരുനാൾ ദിവസം കടന്നു വരികയും പിളർന്ന അഗ്നിനാവുകളായി കടന്നു വന്ന് നാവുകളെ വിശദീകരിച്ച് കൊടുങ്കാറ്റടിക്കുന്ന വലിയ ശബ്ദം കടന്നു വരികയും കാറ്റവരായിരിക്കുന്ന ഭവനത്തിൽ തങ്ങി നിൽക്കുകയും അവിടെ ആയിരുന്നവർ മുഴുവൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടെങ്കിൽ, ഇന്ന് ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളിലേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു പുത്തൻ അഭിഷേകമായി ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ന് 40 ദിവസത്തെ യേശുവിൻ്റെ പ്രബോധനങ്ങൾ കേട്ട് 10 ദിവസം കാത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നെങ്കിൽ, ഈ കാലഘട്ടങ്ങളിലും ഈ വർഷം കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഈ വർഷം മെയ് 30 മുതൽ ജൂൺ
8 വരെയുള്ള ദിവസങ്ങളിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നു ഒരു പുതിയ അഭിഷേകമായി മാറി, പുതിയൊരു ശക്തിയായി മാറി, ഒരു പുതു സൃഷ്ടിയായി മാറി. ലോകം മുഴുവൻ സുവിശേഷം അറിയിക്കുവാനുള്ള വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഒരു ദിനമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.